നമുക്കിന്ന് നല്ല മീൻ മുളകിട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഇവിടെ 1 കിലോ അയല ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ മിക്സ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിക്ക് പകരം എരിവുള്ള മുളക് പൊടി ചേർക്കാം. രണ്ടും കൂടി മിക്സ് ചെയ്തും ചേർക്കാം. ഞാനിവിടെ പച്ചമുളകും കുരുമുളകും ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ മുളക് പൊടി എടുത്തേക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്കൊരു ചട്ടി ചൂടാവുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1/4 സ്പൂൺ ഉലുവ ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പം 6 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും, 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കൊരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. തക്കാളി വെന്തുടയുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. തക്കാളി ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഇതിലുള്ള എണ്ണയൊക്കെ സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നൊരു പാകമാകുമ്പോഴാണ് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിളച്ച വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 കഷ്ണം കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി കുതിർത്തെടുത്ത ശേഷമാണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത്. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അരപ്പ് നല്ലതുപോലെ തിളച്ച് വരണം. ഇപ്പോൾ അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ മീനും തലയും എല്ലാം ഇതിനകത്ത് വൃത്തിയാക്കി ചേർത്തിട്ടുണ്ട്. മീനെല്ലാം ചേർത്ത് കഴിഞ്ഞ് നമുക്കിനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പം നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട്, ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ട്. കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നല്ല എരിവുള്ള മുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, പച്ചമുളക്. അതുകൊണ്ടാണ് കാശ്മീരി മുളക് ചേർത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ഞാൻ ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കറി ഞാൻ ഈ ഒരു ചാറിൻ്റെ പാകമാകുമ്പോൾ തന്നെ ഓഫ് ചെയ്യുന്നുണ്ട്. ചട്ടിയിലിരുന്ന് തന്നെ കറി ഒന്നും കൂടി നന്നായിട്ട് കുറുകി വരും. അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ചാറ് കാണത്തില്ല. നമുക്കിപ്പോൾ ഇത് ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം. മീൻകറി കുറച്ച് കഴിഞ്ഞ് എടുക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും.